എനിക്ക് മനസ്സിലായില്ലേ? പുതിയതായിട്ട് കല്യാണം കഴിച്ചവരെ പുറത്തേക്കൊക്കെ ഒന്ന് പറഞ്ഞയക്കണ്ടേ? വീട്ടിൽ ഇങ്ങനെ അടച്ചിരുത്തിയ അവർക്ക് എങ്ങനെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവാനാ? എന്ന് വെച്ചാ അവരെ രണ്ടുപേരെയും ഹണിമൂണിന് പറഞ്ഞയക്കണം. ഹണിമൂണോ? എന്താളിയ ഹണിമൂണിനെ കുറിച്ചൊക്കെ പറയുന്നത്? അല്ല, ഞാനും തനീഷ് അതേപറ്റി പറഞ്ഞതേ ഇല്ല. എന്നിട്ടും ഞങ്ങളുടെ മനസ്സിലാഗ്രഹം അളിയും മനസ്സിലാക്കി വിടാൻ പോവാ. താങ്ക്സ് അളിയ. അല്ല, ഏതാ ഫ്ലൈറ്റ്? നിനക്ക് എത്ര വയസ്സായെന്നാ വിചാരം? ഈ പ്രായത്തിലാണോ നീ ഹണിമൂണിന് പോകാൻ പോകുന്നത്? അളിയ, പിന്നെ ആർക്കാ? തൃശൂലിന്റെ ശിവാനിയുടെ കാര്യം. ദിഗ്വിജയ, നീ പറഞ്ഞത് ശരിയാ മോനെ. അവരെ രണ്ടുപേരെയും ഒറ്റയ്ക്ക് വിടുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയൂ. നിങ്ങള് ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. പ്ലേസ് ഏതാ? അതാദ്യം പറ. അത് ശരിയാ, എങ്ങോട്ടാ പറഞ്ഞിരിക്കുന്നത്? അതാലോചിച്ച് നമ്മൾ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നത്? ദേ വരുന്നു ത്രിവിക്രം, അവനോട് തന്നെ ചോദിക്കാം. ഡാഡ്, എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കണോ? അതോ, ഹണിമൂണിന്റെ പ്ലാനിങ് നടക്കാൻ മോനെ ഇവിടെ. അതിന് നിന്റെ അഭിപ്രായം എന്താണെന്ന് കൂടി അറിയണമായിരുന്നു. ആരുടെ ഹണിമൂണാ ഡാഡ്? തൃശൂലിനെയും ശിവാനിയും പറഞ്ഞേക്കാനായിട്ട് ഒരു നല്ല സ്ഥലം വേണം ഇവിടെ മോനെ. സജസ്റ്റ് ചെയ്യാനായിട്ട് നീയാ പറ്റിയ ആള്. നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് പെട്ടെന്ന് പറ. ഡിവോഴ്സ് ആവാൻ പോകുന്നവര് ഹണിമൂണിന് പോകുന്നോ? എന്താടാ, എന്തുപറ്റി? എന്താ നീ ആലോചിച്ച് നിൽക്കുന്നത്? ഡാഡ്, ഹണിമൂണൊക്കെ എന്തിനാ? അവരിവിടെ തന്നെ നിക്കട്ടെന്നേ. നവദമ്പതികളാടാ അവര്. അവരെ ഒറ്റയ്ക്ക് വിട്ടാൽ മാത്രമേ അവർക്ക് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ. എങ്കിലേ കുടുംബജീവിതം നന്നാവും. നിനക്കിതൊന്നും മനസ്സിലാവില്ല. പറഞ്ഞതുപോലെ ചെയ്യും. പെട്ടെന്നൊരു നല്ല സ്ഥലം കണ്ടുപിടിച്ച് പറയണം. ശരി ഡാഡ്. എന്തുപറ്റി? നീ വലിയ ദേഷ്യത്തിലാണല്ലോ. വീട്ടിലെല്ലാരും ചേർന്ന് എന്റെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. ദേഷ്യം വരാതെ പിന്നെ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ എന്താ ഉണ്ടായേ? വീട്ടുകാരെല്ലാം നിന്റെ ഭാഗത്തല്ലേ ഉള്ളത്. എന്നോട് സോഫ്റ്റ് കോർണർ വരുന്ന രീതിയിലൊക്കെ എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഡാഡ് കയറി വന്ന് എല്ലാം തകിടം മറിച്ചു കളഞ്ഞു. അദ്ദേഹം എപ്പോഴാ വന്നത്? ഇന്നലെ രാത്രി വന്നു. വന്ന ഉടനെ തന്നെ അകന്നുകൊണ്ടിരിക്കുന്ന ശിവാനിയും തൃശൂലിനെയും ഒന്നാക്കാൻ ശ്രമിക്കുക. അദ്ദേഹത്തിന് ശിവാനിയും തൃശൂലും പിരിയാൻ പോകുന്ന കാര്യം അറിയാമോ? അതിനെപ്പറ്റിയൊന്നും അറിയില്ല. പക്ഷേ ആ ലോയർ ഡാഡിയുടെ ഫ്രണ്ടാ. അധികം വൈകാതെ തന്നെ കാര്യങ്ങളെല്ലാം ഡാഡി അറിയും. കാര്യങ്ങളെല്ലാം ഡാഡി അറിഞ്ഞു കഴിഞ്ഞാൽ ശിവാനിക്കും തൃശൂലിനും ബുദ്ധി ഓതിക്കൊടുത്ത് അവരുടെ മനസ്സ് മാറ്റി വീണ്ടും ഒന്നാക്കാൻ ശ്രമിക്കും ഡാഡി. അങ്ങനെ അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. നമ്മളത് തടയണം. ഇല്ല, എല്ലാം കൈവിട്ട് പോവുക. അവര് നമ്മുടെ കൺമുന്നിലുള്ള സമയത്ത് പരസ്പരം അകറ്റാൻ എളുപ്പമാണ്. ഇനി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലോ? പിന്നെ അകറ്റാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അവരിനി എങ്ങോട്ട് പോനാ? ഇവിടെ തന്നെയല്ലേ ഉള്ളത്. അല്ല, ഡാഡി അവരെ രണ്ടുപേരും ഹണിമൂൺ അയക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്താ ഹണിമൂണിനോ? എന്താ നീ പറയുന്നേ? അതെ, ഡാഡി അവരെ രണ്ടുപേരെയും കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്ക് വിടാൻ പോവുക. വേണ്ടെന്ന് പറഞ്ഞപ്പോ ഡാഡി എനിക്ക് നേരെ തട്ടിക്കേറി. എന്താ മുന്നറിയിപ്പൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു തീരുമാനം? വീട്ടിലെ അന്തരീക്ഷം ഇപ്പൊ തീരെ ശരിയല്ല. കഴിഞ്ഞ ദിവസം ഏതോ പാമ്പിനെ കണ്ടു. അതിന് വീട്ടിലെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക. ആ ടെൻഷൻ മാറാൻ വേണ്ടിയാണത്രേ ഇവരെ രണ്ടുപേരെ ഹണിമൂൺ അയക്കാൻ പോകുന്നത്. പാമ്പോ? ആ, പാമ്പ് പടം പൊഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു എന്നാ പറഞ്ഞേ. ചുവന്ന നിറത്തിലുള്ള പടമായിരുന്നു. ചുവപ്പ് നിറത്തിലുള്ളതോ? നീയും എന്തിനാ അത് തന്നെ ചോദിക്കുന്നേ? നിനക്കും പാമ്പെന്ന് പറഞ്ഞ പേടിയാണോ? നീ ആ പാമ്പിനെ കണ്ടിരുന്നോ? അതെവിടെയുള്ളത്? പാമ്പിനെ ആരും കണ്ടില്ല. അതെന്റെ പടം മാത്രമേ കണ്ടുള്ളൂ. ആ കാര്യം പറഞ്ഞ ഇത്രമാത്രം ഡിസ്കഷൻ നടക്കുന്നേ. എന്തുപറ്റി നിനക്ക്? എന്താ പെട്ടെന്ന് നീ സൈലന്റ് ആയത്? തൃശൂൽ എവിടെയുള്ളത്? അവൻ പുറത്തേക്ക് എവിടെ പോയതാ? അന്വേഷിക്കണോ? രാത്രി അവനെ നീ ശ്രദ്ധിച്ചിരുന്നോ? അവൻ എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സാധാരണ പോലെ തന്നെ. ഐ മീൻ നോർമൽ ആയിരുന്നു അവൻ. എന്തുപറ്റി? കാര്യം പറയുമായേ. ശിവാനിയുടെയും തൃശൂലിന്റെ ഹണിമൂണിനെ പറ്റി പറഞ്ഞപ്പോ നോർമൽ ആയിരുന്നല്ലോ നീ. ഞാനിപ്പോ ആ പാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോ നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത്? എനി പ്രോബ്ലം? ഇല്ലില്ല, ഒന്നുമില്ല. സത്യം പറയും. നീ എന്നിൽ നിന്നൊന്നും മറച്ചു വെക്കുന്നില്ലല്ലോ. എന്ത് മറച്ചു വെക്കാൻ? ഒന്നുമില്ല. ശിവാനിയും തൃശൂലും ഒന്നിച്ച് പുറത്തു പോയാൽ അവർ തമ്മിൽ വീണ്ടും അടുക്കും. അവർക്കങ്ങനെ ഒറ്റയ്ക്കിരിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. അതൊക്കെ എനിക്കും അറിയാവുന്നതാ. അവരെ അകറ്റാൻ എന്തെങ്കിലും വഴി പറയും നീ. അതാണ് നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. ശിവാനിയും തൃശൂലും യാതൊരു കാരണവശാലും പുറത്തേക്ക് പോകാൻ പാടില്ല.
അവരൊരുമിച്ച് സമയം ചിലവിടാൻ അനുവദിക്കരുത്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്തോ വലിയ ഡിസ്കഷനിലാണല്ലോ. എന്താ കാര്യം? വേറെന്താ, തൃശ്ശൂലും ശിവാനിയും ഹണിമൂണിന് പോകാൻ പോവല്ലേ, അതിന്റെ ഡിസ്കഷൻ നടക്കുക. എങ്ങോട്ടാണെന്ന് ഡിസൈഡ് ചെയ്തോ? ഡാഡ്, ഊട്ടി, കൊടൈക്കനാൽ, ഗോവ, അതിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്താ പോരെ? ഓ, ദാ അവരും എത്തിയല്ലോ. അവരോട് തന്നെ അങ്ങ് ചോദിച്ചാ പോരെ. ഇതെന്തെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? വീട്ടിലെ മകൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ എല്ലാം മറന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പാവം, അവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കാൻ സമയം മതിയാവുന്നേ ഇല്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് നിനക്ക് കുറച്ച് സമയം തരാന്ന് വെച്ചു. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കല്യാണം കഴിഞ്ഞതുവരെ എവിടേക്കും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു ഹണിമൂൺ പ്ലാൻ ചെയ്യാം. അച്ഛാ, അതൊന്നും വേണ്ട അച്ഛാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ സബ്ജക്ട് വിട്ടേക്കാം. അളിയ, അവർക്ക് വേണ്ടത്രേ. അവർക്ക് വേണ്ടി ബുക്ക് ചെയ്ത ടിക്കറ്റില് ഞങ്ങൾ പോയിട്ടാ അല്ലടി. ഏയ്, നിങ്ങൾക്ക് വെളച്ചിൽ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഇടി ബെഡ്റൂമിൽ നടക്കുന്ന കാര്യം ഇവിടെ വന്നു വിളമ്പല്ലേ, നമ്മുടെ മാനം പോവും. തൃശൂൽ, നീ വെറുതെ വാശി പിടിക്കണ്ട. ശിവാനിയും കൂട്ടിക്കൊണ്ട് 1-2 ദിവസം മാറി നിൽക്കേ. തൃശ്ശൂരിലെ നാഗവനത്തിലേക്ക് കൊണ്ടുപോയി പരീക്ഷിക്കാൻ ഇതാണ് പറ്റിയ സമയം. നമ്മൾ ഒരുമിച്ച് പോകുന്നത് തന്നെയാണ് നല്ലത്. ബ്രോ, നിങ്ങളൊരു സ്ഥലം മാത്രം സെലക്ട് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഡാഡ് അറേഞ്ച് ചെയ്തോളൂ. അതല്ല അച്ഛാ, ഞാൻ എന്താടാ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? ചാൻസ് കിട്ടിയില്ലേ, പോയിട്ട് വാ. അല്ലാതെ ഇങ്ങനെ വേണ്ടാന്നൊന്നും പറയാൻ പാടില്ല. മുത്തശ്ശി, അച്ഛൻ ഇപ്പോഴല്ലേ ഇവിടേക്ക് വന്നേ? അച്ഛന്റെ കൂടെ ഇരിക്കാനുള്ള ആഗ്രഹമുള്ളപ്പോ എന്നെ പുറത്തേക്ക് വിടാൻ നോക്കാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ മോനെ, നീ പോയിട്ട് വാ. അച്ഛാ, ശരിക്കും എനിക്ക് അച്ഛന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹം. സോ എന്റെ സന്തോഷം നിനക്ക് പ്രശ്നമല്ല അല്ലേ? എന്താന്ന് വെച്ചാ എന്റെ മകന്റെ ജീവിതം നന്നായിരിക്കുന്നത് കാണുമ്പോ അതിന്റെ പേരിൽ ഞാൻ സന്തോഷിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല അല്ലേ? അച്ഛാ, മറ്റൊരു ദിവസം പോവാലോ അച്ഛാ. തൃശ്ശൂൽ, ശിവാനിക്ക് പോകണമെന്ന ആഗ്രഹം ഉണ്ടാവില്ലേ? നീ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ വിഷമിപ്പിക്കാൻ നിക്കണ്ട. അയ്യോ, അവൾക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. അവൾക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ ഇഷ്ടം. അങ്ങനെയാണോ മോളെ ശിവാനി? അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. അങ്കിളും നിങ്ങളെല്ലാരും ഞങ്ങൾ ഇത്രയൊക്കെ നിർബന്ധിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ഇതെന്താ സംഭവം? ശരിക്കും ശിവാനി തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. ശരി, പോവാൻ റെഡി ആയിക്കോ രണ്ടാളും. അയ്യോടാ, എന്നോട് ആരും ചോദിക്കുന്നില്ല, ഞാനല്ലേ വേണ്ടാന്ന് പറഞ്ഞേ. ഭാര്യ സമ്മതിച്ചു കഴിഞ്ഞതോടെ ഭർത്താവിന്റെ വാക്കിന് വിലയില്ല. എന്റെ വാക്കിന് ഇതിന് തന്നെയാ മോനെ കുടുംബജീവിതം എന്ന് പറയുന്നത്. നമ്മള് ഭാര്യയുടെ കഴുത്തിൽ തന്നെയാ താലി കെട്ടുന്നത്. എന്നാ കയറ് വീഴുന്നത് ഭർത്താവിനാണെന്ന് മാത്രം. താലി കാണാൻ പറ്റും, പക്ഷെ കഴുത്തിലെ കയറ് കാണാൻ പറ്റില്ല, അത്ര തന്നെ. ശരി ശരി, നാളെ പോകാനല്ലേ, വേഗം പോയി റെഡിയാവും. ചെല്ല്. എന്താ, ലവ് ബേർഡ്സ് ഫ്രീ ആയിട്ട് ഫ്ലൈ ചെയ്യാൻ റെഡിയായി കഴിഞ്ഞോ? എടി ട്രോളി ബാഗും കൊണ്ട് വരുന്ന കണ്ടിട്ട് മനസ്സിലായില്ലേ നിനക്ക്? അളിയ, പെട്ടെന്ന് അളിയന് പ്രൊമോഷൻ കിട്ടുന്ന തോന്നുന്നത്. ഗോവിന്ദ, ഒന്ന് ചുമ്മാതിരിക്കടാ. എപ്പ നോക്കിയാലും നീ അവരെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. ലേറ്റ് ആവണ്ടപ്പോഴേക്കോ? അച്ഛാ, പോവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അച്ഛാ. ഞാനിവിടെ നിങ്ങളുടെ കൂടെ തന്നെ. എടാ, ഒരു 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പോയിക്കോ. തൃശ്ശൂർ, അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേടാ. നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, സമാധാനമായിട്ട് പോയിട്ട്. മോം, ബ്രോന് പോവാനായിട്ട് നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്, വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക. ശരിയല്ലേ ബ്രോ? കറക്റ്റാ പറഞ്ഞത് വീണേ. അങ്ങനെയൊന്നല്ല, ഞാൻ പറയുന്നത് സത്യ. തൃശൂൽ, വെറുതെ ഒരു തടസ്സങ്ങൾ പറഞ്ഞോണ്ട് നിൽക്കണ്ട, പോയിട്ട് വാ. തൃശ്ശൂൽ, ആരോഗ്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ശിവാനി, നീ ശ്രദ്ധിക്കണേ മോളെ. പുറത്തൊന്നും അധികം കറങ്ങി നടക്കരുത്, തണുപ്പാ. കാര്യമായിട്ട് ശ്രദ്ധിക്കണം. തൃശൂൽ, ശിവാനി ഇനി എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ അവളെ ഹണിമൂണിന് കൊണ്ടുപോവാണല്ലേ? വീട്ടുകാരൊക്കെ നിർബന്ധിച്ചോണ്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ശരി, പോയിട്ട് വാ. ഹാപ്പി ജേർണി. ഒരു മിനിറ്റ്, തൃശ്ശൂരിലെ സമയം ഒന്ന് വേഗം ചെല്ല്, ഇനിയും വൈകി ശരിയാവില്ല.
തൃശ്ശൂരും ശിവാനിയും പോയപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. മുതലാളി വല്ലാത്ത ചിന്തയിലാണല്ലോ. അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? ഇനിയിപ്പോ അവര് പോയതിന്റെ സങ്കടമാണോ? അല്ല, അവര് തമ്മിൽ ഒരുമിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ മുതലാളി ഈ പെടാപ്പെടൊക്കെ പെട്ടത്. നിങ്ങളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണെന്നാ. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് മറ്റൊന്നാ. ഞാൻ അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കാൻ വേണ്ടിയല്ല, എന്റെ കൺമുമ്പിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാ. എന്തൊക്കെ മുതലാളി പറയുന്നത്? അവരെ കൺമുമ്പിൽ നിന്ന് മാറ്റി നിർത്താൻ മാത്രം അവരെന്ത് തെറ്റാ ചെയ്തത്? എന്റെ മനസ്സില് തൃശൂൽ എന്റെ മകനല്ല, എന്റെ ശത്രുവാണെന്നാ തോന്നുന്നത്. ശത്രു? എന്താ മുതലാളി, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്തു പറഞ്ഞാലും അതിന്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും നന്ദീശ. ജന്മം കൊടുത്ത മകനെ തന്നെ ഇങ്ങനെ ശത്രു എന്ന് വിളിക്കാൻ പോയാൽ? ഞാൻ അവന് ജന്മം നൽകിയിട്ടുണ്ടാവും, പക്ഷേ അവൻ എന്റെ ജീവൻ എടുക്കാനായിട്ട് ജനിച്ചവനാ. എന്താ മുതലാളി പറയുന്നത്? ഇങ്ങനൊന്നും സംസാരിക്കരുത്. വീടിനുള്ളിൽ ആരെങ്കിലും അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പ്രത്യേകിച്ച് കൊച്ചമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവനെ പിടിച്ചെടുക്കാൻ പറ്റുമോ? എനിക്കെല്ലാം അറിയാടാ. അതുകൊണ്ടാ ഹണിമൂണിന്റെ കാരണം പറഞ്ഞ് ഞാൻ തൃശ്ശൂരിനെ ഇവിടുന്ന് പറഞ്ഞയച്ചത്. എന്നുവെച്ചാ? ഒരു കാര്യം എന്നെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് നന്ദീശ. അതെനിക്ക് മറ്റൊരാളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നിന്നോടത് മറച്ചു വെക്കാനാവില്ല. എന്ത് കാര്യം മുതലാളി? നമ്മളെല്ലാം കൊല്ലാൻ വേണ്ടി പുനർജന്മമെടുത്ത ആദിശേഷൻ വേറെ ആരുമല്ല, അത് എന്റെ മകൻ തൃശൂല. തൃശൂൽ? അല്ല, ആദിശേഷൻ? അവനാണെന്നാണ് എന്റെ വിശ്വാസം. അത് വേറൊരു തോന്നല, അതിലൊരു സത്യാവസ്ഥയില്ല. ഒരു നിമിഷത്തേക്കാണെങ്കിൽ ജീവൻ പോയതുപോലെ. എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടുന്നത്? തൃശ്ശൂൽ എങ്ങനെ ആദിശേഷനാവുന്നത്? ആവശ്യമില്ലാത്ത ഒന്നും ആലോചിക്കണ്ട. അങ്ങനെയല്ല നന്ദീശ. ഞാനന്ന് തവക്കൽ റഹ്മാനെ കണ്ടപ്പോൾ അയാളുടെ ശക്തി കൊണ്ട് ആദിശേഷനെ അയാൾ വിളിച്ചു വരുത്തി. അവൻ പാമ്പിന്റെ രൂപത്തിൽ വന്നിട്ടും ഒന്ന് രണ്ട് തവണ മനുഷ്യരൂപത്തിലോട്ട് മാറി. ആദിശേഷനെ മുതലാളി കണ്ടിരുന്നു? വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല, എന്നാലും അവ്യക്തമായിട്ട് എനിക്ക് അവനെ കാണാൻ കഴിഞ്ഞു. എന്നുവെച്ചാ അത് തൃശ്ശൂലായിരുന്നോ? അവൻ തന്നെ ആണോന്ന് എനിക്കറിയില്ല, എന്നാലും അവനാകാനാണ് സാധ്യത. അത് അവൻ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയില്ല. ഒരുപക്ഷെ അവനാണെങ്കിലോ? ഉറപ്പായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. ബട്ട് അവനാണെങ്കിലോ എന്ന് ഞാൻ വല്ലാതെ പേടിക്കുന്നു. മുതലാളി, അങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഒക്കെ മുതലാളിയുടെ വെറും തോന്നല. അല്ലെങ്കിൽ മകൻ എങ്ങനെ ശത്രുവാകുന്നത്? മനസ്സിനകത്ത് ആവശ്യമില്ലാത്ത കിടത്തുകള. ഇല്ല നന്ദീശ, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതുവരെ തൃശൂലിനെ എന്റെ കൺമുമ്പിൽ കാണുന്നത് എനിക്കിഷ്ടമല്ല. അവൻ എന്റെ മുമ്പിലേക്ക് വരുമ്പോ തന്നെ മനസ്സിൽ എന്തോ പോലെ തോന്നുക. അതുകൊണ്ടാ ഈ ഹണിമൂൺ പ്ലാൻ. ഇല്ല മുതലാളി, ആവശ്യമില്ലാതെ തൃശൂലിനെ സംശയിച്ചുകൊണ്ടിരിക്കുക. തൃശൂൽ ആദിശേഷനല്ല. എന്റെ ആഗ്രഹവും അത് തന്നെയാണ് നന്ദീശ. എന്നാലും ഞാൻ കണ്ണുടച്ചൊന്നും വിശ്വസിക്കില്ല. എനിക്കത് ഉറപ്പിക്കേണ്ടതുണ്ട്. ശരി, ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് പറയുന്നേ? ആദിശേഷൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിനെങ്ങനെ കഴിയുന്നും കൂടി പറ. അതിനൊരു വഴി തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആദിശേഷൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ഒരാൾക്ക് പറ്റും. ആർക്കത്? ഭൈരവ ബാബ. ഭൈരവ ബാബയ്ക്കോ? അതാരാ മുതലാളി? നാഗമാണിക്യം തേടി ഭൂമിയിലേക്ക് വന്ന എല്ലാ പാമ്പുകളെയും എതിർത്ത് നിന്ന മനുഷ്യനാണ്. എന്റെ ശ്വാസം നിലച്ചപ്പോൾ സ്വന്തം ശക്തി കൊണ്ട് മരണത്തെ വരെ തോൽപ്പിച്ച ആളാണ്. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഗുരുക്കളില്ലാത്ത ഈ സമയത്ത് നമുക്ക് ഭൈരവ ബാബയല്ലാതെ മറ്റാരും തന്നെ സഹായത്തിനില്ല. എത്രയും വേഗം ആദിശേഷൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ സാധിക്കും? ആദിശേഷൻ മരിച്ചാലേ നമുക്ക് നാഗമാണിക്യം കിട്ടൂ. എത്രയും വേഗം
എന്റെ മനസ്സിലെ സംശയങ്ങൾക്കുള്ള പരിഹാരം നേടണം. അവന്റെ കഥ അവസാനിപ്പിക്കണം. ഇപ്പോഴത്തേക്ക് എനിക്കവന്റെ മരണമാണ് മുഖ്യം. എന്തുപറ്റി? ഒരു മിനിറ്റ് ശിവാനി, എനിക്ക് നിന്നോട് സംസാരിക്കണം. തൃശൂൽ എന്തായി കാണിക്കുന്നേ? എന്തിനാ ബാഗെല്ലാം പുറത്തേക്ക് എടുക്കുന്നേ? നിന്നോട് ഇറങ്ങാൻ പറഞ്ഞില്ലല്ലോ. നീ എന്തായി കാണിക്കുന്നേ? വേറെന്ത് ചെയ്യാനാ? വീട്ടുകാരെ നിർബന്ധിച്ചെന്ന് വെച്ച് ഹണിമൂണിന് പോകാൻ പറ്റുമോ? എന്നുവെച്ചാ? എനിക്കറിയാം ശിവാനി, നീ ഇപ്പോ വീട്ടുകാരെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം എൻ്റെ കൂടെ വന്നതാണെന്ന്. അതുകൊണ്ട് ഈ ട്രിപ്പ് ഇവിടെ വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് നീ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ ചെയ്യാം. എനിക്ക് നിന്റെ കൂടെ വരാൻ ഇഷ്ടമില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ? അതിന് തുറന്നു പറയേണ്ട കാര്യമില്ലല്ലോ. ഡൈവോഴ്സ് ആവാൻ പോകുന്നവന്റെ കൂടെ ആരെങ്കിലും ഹണിമൂണിന് വരുമോ? ഞാൻ വീട്ടുകാരെ നിർബന്ധിച്ചിട്ട് വന്നതല്ല, എനിക്ക് തോന്നിയത് കൊണ്ടാ വന്നത്. പ്ലീസ് നിർത്ത് ശിവാനി. വീട്ടുകാർ കളിയാക്കിന്ന് കരുതി നീയും കൂടെ കളിയാക്കല്ലേ. നിന്റെ ഇഷ്ടം എന്താണെന്ന് പറ. ത്രിവിക്രമന്റെ കൂടെ. തൃശൂൽ, ഞാനല്ലേ നിന്നോട് പറയുന്നത്, നിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. അതാണ് എന്റെ ആഗ്രഹം. ഇതെന്തു പറ്റി? ഇവളെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. ശിവാനി, നിന്നെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല. നീ എന്നോട് ദേഷ്യപ്പെടും, വഴക്കും പറയും. അതെ, ദേഷ്യം വരുമ്പോ പിന്നെ ദേഷ്യം കാണിക്കണ്ടേ?